ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 8ാം ക്ലാസ്സിലേക്ക് പുതുതായി അപ്ഡേഷനായിട്ട് വന്ന പാഠബുക്കാണ്. അപ്പോൾ ഒരുപാട് പേര് പാഠഭാഗത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പേഴ്സണലായിട്ട് വന്ന് പറയുന്നു. അപ്പം ബുക്ക് മാറിയത് കാരണം എനിക്ക് ബുക്ക് പുതിയത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പാഠഭാഗം വായിക്കുന്ന തസ്കിയ അറബിയാണല്ലോ, അറബി മലയാളമൊക്കെ വായിക്കുന്നതിൻ്റെ വോയിസ് ആഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പാഠഭാഗവും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തൊക്കെ നമ്മളുടെ വോയിസ് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മസദാണ്. മസദിനെ കുറിച്ചിട്ടാണ് പാഠത്ത് പറയുന്നത്. നമ്മൾ അറബി മലയാളം ബുക്ക് വായിക്കുന്നത് പോലെ ഞാൻ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയാം. എന്താണ്? റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ബിസ്മി. അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ആയത്താണ്. 2, എന്താണ്? അവൻ്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടുകയില്ല. ജ്വാലകൾ ഉള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കും. മൂന്നാമത്തെ ആയത്ത്. 4, വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും നരകാഗ്നിയിൽ പ്രവേശിക്കും. 5, പിരിച്ച ഈന്തപ്പന നാരിനാലുള്ള ഒരു കയർ അവളുടെ കഴുത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിച്ച് ഖുറൈശികളെ വിളിച്ചു വരുത്തി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അബൂലഹബ്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മസദ്. അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഈ സൂറത്തിന് സൂറത്തുൽ മസദ്, സൂറത്തു തബ്ബത്ത്, സൂറത്തു അബൂലഹബ് എന്നീ പേരുണ്ട്. അപ്പോൾ സൂറത്തുൽ മസദിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ചോദ്യം വരാം. സൂറത്തുൽ മസദ്, സൂറത്തു തബ്ബത്ത്, സൂറത്തുൽ അബൂലഹബ് എന്നീ പേരുണ്ട്. ഈ സൂറത്തിൻ്റെ അവതരണ കാരണം എന്തായിരുന്നു? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് നിങ്ങൾ താക്കീത് നൽകുക എന്ന് അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ട് സഫാ മലയിൽ കയറി ഖുറൈശി കുടുംബാംഗങ്ങളെ വിളിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പറയുക, ഈ മലയുടെ അടിഭാഗത്തുകൂടെ ഒരു കുതിരപ്പടയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ നിൻ്റെ മേൽ കളവ് അനുഭവിച്ചറിഞ്ഞു. അതായത് നിങ്ങൾ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല എന്ന് ഖുറൈശികൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും കഠിനമായ ശിക്ഷയുടെ മുമ്പ് നിങ്ങൾക്ക് താക്കീത് നൽകുന്നവനാണ് ഞാൻ. അപ്പോൾ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനു വേണ്ടി മാത്രമാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബ് ചോദിച്ചു. അപ്പോൾ ഈ സൂറത്തുൽ മസദ് അപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ സൂറത്തുൽ മസദിൻ്റെ അവതരണം എപ്പോഴായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ്? നിനക്ക് നാശം, ഇതിനു വേണ്ടിയാ മാത്രമാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചു. ഈ സന്ദർഭത്തിലാണ് സൂറത്തുൽ മസദ് ഇറങ്ങിയത്. അബൂലഹബ് എന്താണ് ചോദിച്ചത്? അവിടെ അറബിയിൽ പറയുന്നുണ്ട്. എന്താണ്? തബ്ബലക്ക. അപ്പോൾ ഇതാര് പറഞ്ഞു എന്നൊക്കെ ചോദ്യം മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അബൂലഹബാണ് അത് പറഞ്ഞത്, മനസ്സിലാക്കുക. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? അതായത് തഫ്സീർ എന്താണ്? അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ്റെ നാശം യാഥാർത്ഥ്യമായി, അവന് പ്രയോജനപ്പെടുകയില്ല. എന്ത്? അവൻ ഒരുമിച്ച് കൂട്ടിയ അവൻ്റെ ധനങ്ങൾ, അവൻ സമ്പാദിച്ച അവൻ്റെ മക്കൾ, അവൻ ജഹന്നം എന്ന നരകത്തിൽ കടക്കും. കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലയുള്ള ജഹന്നം എന്ന നരകത്തിൽ കടക്കും. ഉമ്മു ജമീൽ എന്ന അവൻ്റെ ഭാര്യയും, അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന അവൻ്റെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ ഇടുന്നതിനു വേണ്ടി മുള്ളു ചുമന്ന് കൊണ്ടുവരുന്ന വിറക് ചുമട്ടുകാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ ഇടുന്നതിന് വേണ്ടി മുള്ളു ചുമന്ന് കൊണ്ടുവരുന്ന വിറക് ചുമട്ടുകാരിയായിരുന്ന ആര്? ഉമ്മു ജമീൽ, അതായത് അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ. അവളുടെ കഴുത്തിൽ കയറുണ്ട്. എങ്ങനെയുള്ള കയറാണ്? ഈന്തപ്പന നാരിൽ നിന്നുള്ള പിരിച്ചുമുറക്കിയ കയറ്. ഈന്തപ്പന നാരിനാൽ പിരിച്ചുമുറുക്കിയുള്ള കയറ് ഉമ്മു ജമീലിൻ്റെ കഴുത്തിലുണ്ട്. ഖുർആൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. അബൂലഹബും അവൻ്റെ ഭാര്യ ഉമ്മു ജമീലും അവൻ്റെ മകൻ
മുത്തൈബയും ഏറ്റവും നീചമായ വളരെ ദുഷിച്ച മരണത്തിന് കീഴടങ്ങി. വൃത്തികെട്ട രൂപത്തിൽ അവർ നാശമടഞ്ഞു. ധനമോ സന്താനമോ അവന് ഉപകാരപ്പെട്ടില്ല. ബദർ യുദ്ധത്തിൻ്റെ ഏഴാം നാൾ ഭയാനകമായ ഒരു സാംക്രമിക രോഗം മൂലം അബൂലഹബ് നശിച്ചു. കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ അവനിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. അപമാനം ഭയന്നപ്പോൾ മക്കയിൽ ഉയർന്ന ഭാഗത്തുള്ള ചുമരിലേക്ക് ചേർത്തു വെച്ചു. കല്ലുകൾ എറിഞ്ഞ് അവനെ മൂടി. അതേസമയം അവൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഒരു മലക്ക് വന്ന് അവളുടെ കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഉത്തൈബ എന്ന മകനെ ഷാമിൽ വെച്ച് സിംഹം പിടിച്ചു. മുഅത്തിബ്, ഉത്തുബത്ത് എന്നീ 2 മക്കൾ മക്ക വിജയ ദിവസം ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞ് 7-ാം ദിനമാണ് ഒരു മാരകമായ രോഗം പരന്നത്. അത് കാരണമാണ് അബൂലഹബ് മരിക്കുന്നത്. ആ രോഗം കാരണം നശിച്ചുപോയി അവൻ്റെ കുടുംബം. ആ രോഗം കാരണം അവനെ ഉപേക്ഷിച്ചു അവൻ്റെ കുടുംബം. ആ രോഗം കാരണം അബൂലഹബിനെ അവർ ഉപേക്ഷിച്ചു. അങ്ങനെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ, അപമാനം പേടിച്ചപ്പോൾ അവർ അബൂലഹബിനെ മക്കയുടെ മുകൾ ഭാഗത്തെ ചുമരിലേക്ക് ചേർത്ത് വെച്ചിട്ട് മൂടുവോളം അവൻ്റെ മേലെ കല്ലുകൾ എറിഞ്ഞു. ഉമ്മു ജമീൽ വിശ്രമിക്കുമ്പോൾ പിറകിൽ നിന്ന് മലക്ക് അവളെ കഴുത്തിലുള്ള കയറ് കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. മകൻ ഉത്തൈബയെ ഷാമിൽ വെച്ച് ഒരു സിംഹം വേട്ടയാടി പിടിക്കുകയാണ്. അബൂലഹബിൻ്റെ ഏതൊക്കെ മക്കളാണ് മക്ക ഫതഹ് ദിവസം ഇസ്ലാം സ്വീകരിച്ചത്? മുഅത്തബ്, ഉത്തുബ എന്നീ 2 മക്കൾ. അപ്പോൾ ഇത്രയാണ് പാഠത്തിൽ പറയുന്നത്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. സൂറത്തുൽ മസദിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചായിരുന്നു. നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഈ സന്ദർഭത്തിലാണ് സൂറത്തുൽ മസദ് അവതരിച്ചത്. അപ്പോൾ ഇതിന് തദ്രിബാത്തൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണെന്ത്? സൂറത്തുൽ മസദിൻ്റെ മറ്റു പേരുകൾ പഠിക്കുക. സൂറത്തുൽ മസദ് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിച്ചു. നിങ്ങൾക്ക് താക്കീത് നൽകുന്നവനാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അതിലൊരു ചോദ്യം വരുന്നുണ്ട്. എന്താണ്? അബൂലഹബിൻ്റെ ഭാര്യക്ക് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഹമ്മാലത്തൽ ഹത്തബ് എന്ന സൂറത്തിൽ പേര് വന്നിട്ട് എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ മുള്ള് ഇടുന്നതിന് വേണ്ടി മുള്ള് ശേഖരിച്ച് കൊണ്ടുവരുന്നവരായിരുന്നു ആര്? ഉമ്മു ജമീൽ, അബൂ ലഹബിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഹമ്മാലത്തൽ എന്ന പേര് വിശേഷിപ്പിക്കപ്പെട്ടത്. പിന്നെ അബൂലഹബിൻ്റെ മരണം വളരെ വഷളായ രീതിയിലായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അബൂലഹബിൻ്റെ മരണം എങ്ങനെയായിരുന്നു? ബദർ യുദ്ധത്തിൻ്റെ 7-ാം നാൾ, ബദർ യുദ്ധം കഴിഞ്ഞ് 7-ാം നാൾ മാരകമായി പകരുന്ന ഒരു രോഗം പിടിച്ചു. ശരീരം ചീഞ്ഞ് ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ചു. അപമാനം നേരിടുമോ എന്ന് അവർ ഭയന്ന് അബൂലഹബിനെ മക്കയുടെ മുകൾ ഭാഗത്ത് ചുമരിലേക്ക് ചാരി വെച്ച് മൂടുവോളം അവൻ്റെ മേൽ കല്ലുകൾ എറിഞ്ഞു. അങ്ങനെയായിരുന്നു മരണം. അതുപോലെ ഉമ്മു ജമീലിൻ്റെ നാശം, അബൂലഹബിൻ്റെ ഭാര്യയുടെ നാശം എങ്ങനെയായിരുന്നു? വിശ്രമിക്കുന്നതിനിടയിൽ ഒരു മലക്ക് അവരുടെ പിറകിൽ വന്ന് കഴുത്തിലുണ്ടായിരുന്ന ഈന്തപ്പനയോല കൊണ്ടുള്ള കയറുണ്ടായിരുന്നു, അത് പിടിച്ചു വലിച്ചു. ഉമ്മു ജമീൽ ശ്വാസം മുട്ടിയാണ് ഉമ്മു ജമീൽ മരണപ്പെട്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ 5 വരി കുറയാതൊക്കെ എഴുതാനും കണ്ണിക എഴുതാനൊക്കെ ആയിട്ട് വരുന്നത് അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചിട്ട്. അപ്പോൾ നമുക്കവിടെ എന്ത് എഴുതാം? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ബദർ യുദ്ധം കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം മാരകമായ രോഗം പടർന്ന് അത് കാരണം അബൂലഹബിൻ്റെ ശരീരം നശിച്ചു. അപ്പോൾ അവൻ്റെ കുടുംബം അവനെ ഉപേക്ഷിച്ചു. അങ്ങനെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ, അപമാനം
പേടിച്ച് അവർ അബൂലഹബിനെ മക്കയുടെ മുകൾ ഭാഗത്ത് ചുമരിൽ ചാരി വെച്ച് മൂടുവോളം കല്ലെറിഞ്ഞു. അവൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു മലക്ക് പിന്നിലൂടെ വന്ന് അവരുടെ കഴുത്തിലെ കയറ് പിടിച്ചു വലിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. അത് പിന്നെ മകൻ ഉത്തൈബയെ ഷാമിൽ വെച്ച് ഒരു സിംഹം പിടിച്ച്. അങ്ങനെയാണ് അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശം സംഭവിച്ചത്. മക്കളായ മുഅത്തബും ഉത്തുബയും മക്ക വിജയ ദിവസം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയും ആ പാഠത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുക, നന്നായി ഉപകാരപ്പെടുത്തുക. അപ്പോൾ റിവിഷനായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യില്ല, ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.